ഇംഗ്ലീഷ് പാട്ടുകൾ ലിറിക്സ് തെറ്റിച്ച് പാടുന്ന ഒരു ശീലം നമ്മൾ മലയാളികൾക്ക് എസ്പെഷ്യലി 90s കിഡ്സിനുണ്ടാകും. അല്ലെങ്കിലും കം കം ബാബി എന്നതിനു പകരം ഹമ്പം പാടി ഡിഷ്കം പാടി എന്നൊക്കെയാണല്ലോ നമ്മൾ പാടിയിരുന്നത്. കേൾക്കുന്നത് ശരിയായി കേട്ട് മനസ്സിലാക്കുന്ന ആ കഴിവാണ് ലിസണിംഗ് അഥവാ ലിസണിംഗ് കോംപ്രിഹെൻഷൻ. IELTS-ഉം PTയും പോലുള്ള പരീക്ഷകളിൽ ലിസണിംഗ് മിസ്റ്റേക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. ലിസണിംഗ് സെക്ഷനിൽ എന്താണ് കേൾക്കുന്നതെന്ന് മനസ്സിലാവാതെ വരുമ്പോൾ നമ്മുടെ ആൻസേഴ്സ് എന്തായാലും തെറ്റും. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഹമ്പമ്പാടിയിൽ നിന്ന് എങ്ങനെ കം കം ബാബിയിലേക്ക് എത്താമെന്നും നിങ്ങളുടെ ആ ലിസണിംഗ് കോംപ്രിഹെൻഷൻ സ്കിൽ എങ്ങനെ ഇംപ്രൂവ് ചെയ്യാമെന്നുമാണ്. എന്തുകൊണ്ടാണ് നമുക്ക് ലിസണിംഗ് ബുദ്ധിമുട്ടാകുന്നത്? ഞാൻ നോക്കിയിട്ട് അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്പീഡ്. ഇംഗ്ലീഷ് വേഗത്തിൽ കേൾക്കുമ്പോൾ നമുക്ക് വാക്കുകൾ വേർതിരിച്ചെടുക്കാൻ കഴിയില്ല. നമ്മൾ സംസാരിക്കുന്നത് പോലെ അത്ര സാവധാനത്തിലായിരിക്കില്ല നേറ്റീവ് സ്പീക്കർ സംസാരിക്കുന്നത്. 2, ആക്സെന്റ്. ബ്രിട്ടീഷ്, അമേരിക്കൻ, ഓസ്ട്രേലിയൻ തുടങ്ങി വ്യത്യസ്ത ആക്സെന്റുകൾ കേൾക്കുമ്പോൾ നമുക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവാം. ചില വാക്കുകൾ അവർ പ്രൊനൗൺസ് ചെയ്യുന്നത് നമ്മൾ കേട്ട് ശീലിച്ചതുപോലെ അല്ല. സ്ട്രെസ് ആൻഡ് ഇൻറ്റനേഷൻ. ഒരു കോൺവെർസേഷനിൽ ഓരോ വാക്കിനും സെന്റൻസിനും ഒക്കെ കൊടുക്കുന്ന സ്ട്രെസ് മനസ്സിലാകാൻ കഴിയാതെ വരുമ്പോൾ അതിന്റെ യഥാർത്ഥ അർത്ഥം നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ നിങ്ങളുടെ IELTS-ലെയും PTയിലെയും ലിസണിംഗ് സ്കോർ എങ്ങനെ കൂട്ടാമെന്ന് നോക്കാം. 3 സിമ്പിൾ ടെക്നിക്സ്. ആക്റ്റീവ് ലിസണിംഗ്. വെറുതെ കേട്ടിരുന്നാൽ പോരാ, ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങൾ കേൾക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒന്ന് പറഞ്ഞു നോക്കുക. പോഡ്കാസ്റ്റ്, ഇംഗ്ലീഷ് ന്യൂസ് ചാനൽസ്, യൂട്യൂബ് ഇന്റർവ്യൂസ് തുടങ്ങിയവ കേൾക്കുന്നത് വളരെ നല്ലതാണ്. അവർ എന്താണ് പറയുന്നത്, എങ്ങനെയാണ് പറയുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. പ്രാക്ടീസ് വിത്ത് ഡിഫറെന്റ് ആക്സെന്റ്സ്. അമേരിക്കൻ, ബ്രിട്ടീഷ്, ഓസ്ട്രേലിയൻ ആക്സെന്റുകളിലുള്ള കോൺവെർസേഷൻസ് കേട്ട് പ്രാക്ടീസ് ചെയ്യാം. പല ആക്സെന്റ് കേൾക്കുന്നത് ലിസണിംഗ് ഇംപ്രൂവ് ചെയ്യാൻ നല്ലതാണ്. ഉദാഹരണത്തിന് സ്കെഡ്യൂൾ എന്ന വാക്ക് അമേരിക്കക്കാർ പറയുന്നത് സ്കെഡ്യൂൾ എന്നും ബ്രിട്ടീഷുകാർ പറയുന്നത് ഷെഡ്യൂൾ എന്നുമാണ്. രണ്ടും ഒരേ വാക്കാണെന്ന് മനസ്സിലാക്കുക. പ്രഡിക്റ്റിംഗ് ദി ആൻസർ. എക്സാം അറ്റൻഡ് ചെയ്യുമ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ ഉത്തരം എന്തായിരിക്കും എന്ന് ഊഹിക്കാൻ ശ്രമിക്കാം. കേൾക്കുന്ന കോൺവെർസേഷനിലെ കീ വേർഡ്സ് ശ്രദ്ധിക്കാം. ഉദാഹരണം, ഒരേ പ്രൊനൗൺസിയേഷനുള്ള 2 വാക്കുകളാണ് ഫ്ലവർ ആൻഡ് ഫ്ലവർ. ഇവിടെ മാവ് കുഴയ്ക്കുന്നതിനെ കുറിച്ചാണെങ്കിൽ അത് ഫ്ലവർ ആണെന്നും ഒരു ഗാർഡനെ കുറിച്ചാണെങ്കിൽ അത് ഫ്ലവർ ആണെന്നും തിരിച്ചറിയാൻ കഴിയണം. അതിനാണ് കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ 3 ടെക്നിക്സ് സ്ഥിരമായി ഒന്ന് പ്രയോഗിച്ചു നോക്കിയാൽ നിങ്ങൾക്കും ലിസണിംഗ് പുഷ്പം പോലെ സ്കോർ ചെയ്യാം. അപ്പോൾ കൂടുതൽ ടിപ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇനി വരുന്ന വീഡിയോകൾക്കായി വെയിറ്റ് ചെയ്യും.